ഇന്ത്യയിലെ തന്നെ ഒരു ആഗോള മനുഷ്യനാണ്, അല്ലെങ്കിൽ ആഗോള നേതാവാണ്, ആഗോള മുഖമുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ ശശി തരൂർ. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം MP ആയ അദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു കുരങ്ങൻ അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ ഉറങ്ങുന്ന ഒരു ഫോട്ടോ, പിന്നെ കുരങ്ങൻ പഴം കഴിക്കുന്ന ഫോട്ടോ, അതൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ ഈ ചിത്രം കാണുമ്പോൾ ശരിക്കും മനസ്സിന് കുളിർമയൊക്കെ തോന്നും എല്ലാ ആളുകൾക്കും. ഇതിന് പിന്നിൽ കുറച്ച് അപകടങ്ങൾ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. മൃഗശാലയിൽ നമ്മൾ കുരങ്ങനെ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ കുരങ്ങനെ ദൂരെ നിന്ന് കാണുന്നത് പോലെയോ അല്ല കുരങ്ങൻ നമ്മുടെ അടുത്ത് വരുന്നത്. കുരങ്ങൻ ആളുകളെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഭക്ഷണ വസ്തുക്കളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നത്, ആളുകളുടെ തലയിലും ശരീരത്തിലുമൊക്കെ മാന്തിപ്പറിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം തരൂരിന് ഉണ്ടായ അനുഭവം ഇങ്ങനെയാണ്. അദ്ദേഹം ഡൽഹിയിലെ വസതിയിൽ പ്രഭാതമൊക്കെ ആസ്വദിച്ചിങ്ങനെ പൂന്തോട്ടത്തിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു കുരങ്ങൻ ഇങ്ങനെ ചാടി പൂന്തോട്ടത്തിലേക്ക് വരുന്നതും വന്ന് വേറെ യാതൊന്നുമില്ല, അദ്ദേഹം MP ആണെന്നോ ആഗോള മനുഷ്യനാണെന്നോ പദവിയും പ്രതാപങ്ങളും ഉള്ള ആളാണെന്നോ വളരെ വലിയ വാഗ്മിയാണെന്നോ എഴുത്തുകാരനാണെന്നോ ഒന്നും നോക്കാതെ, ഒരു അനുവാദവും ചോദിക്കാതെ തരൂരിൻ്റെ മടിയിലേക്ക് കുരങ്ങൻ ചാടിക്കയറിയങ്ങിരുന്നു. തരൂർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താണ്, തന്നെ കാണാൻ മണ്ഡലത്തിലെ ഒരാൾ വരണമെങ്കിൽ തന്നെ ഒരുപാട് കടമ്പകൾ കടക്കണം. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടണം, അദ്ദേഹത്തിൻ്റെ നേരിട്ട് കാണണമെങ്കിൽ പിന്നെയും സമയം ചോദിക്കണം. കാരണം യാത്രകളിലും തിരക്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. പലപ്പോഴും ശശി തരൂരിൻ്റെ ഓഫീസിൽ പോകുന്ന ആളുകൾ പറയുന്ന പരാതി ഇതാണ്. പിന്നെ എല്ലാം ഇംഗ്ലീഷിൽ തന്നെ കൈകാര്യം ചെയ്യുകയും വേണം എന്നുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. എങ്കിലും അദ്ദേഹം ജനകീയനായ മണ്ഡലത്തിലെ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന നേതാവ് തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥിരം ജയിച്ച് കയറുന്നതും, അതും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതും, എത്ര കിടമത്സരമുണ്ടെങ്കിലും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കുരങ്ങനാണെങ്കിൽ ഈ മനുഷ്യനെ യാതൊരു അനുമതിയും ചോദിക്കാതെ ചാടിക്കേറി അദ്ദേഹത്തിൻ്റെ മടിയിലെങ്ങിരുന്നു. അപ്പോൾ തരൂരും ഞെട്ടി. ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹം കുരങ്ങൻ ശാന്തമായി ഇരിക്കുന്നു എന്ന് കണ്ട് തൻ്റെ ജോലിക്കാരെ വിളിച്ച് അതിന് വാഴപ്പഴങ്ങൾ കൊടുത്തു. വാഴപ്പഴം 1-2 വാഴപ്പഴമൊക്കെ അത് വളരെ സൗമ്യമായിരുന്നു കഴിച്ച ശേഷം തരൂരിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. കുരങ്ങൻ കെട്ടിപ്പിടിച്ചിട്ട് തല നെഞ്ചോട് ചേർത്ത് വെച്ച് കുറച്ച് നേരം മയങ്ങി. ഈ കുരങ്ങൻ മയങ്ങുന്ന ഗ്യാപ്പിൽ തരൂർ കരുതി ഒന്ന് എണീറ്റിട്ട് പതുക്കെ കുരങ്ങനെ മാത്രം കസേരയിൽ ഇരുത്തിയിട്ട്, തനിക്ക് തൻ്റെ ജോലികൾ ചെയ്യണമല്ലോ, ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തരൂരൊന്ന് പതിയെ ഒന്ന് എണീക്കാൻ ശ്രമിച്ചപ്പോൾ കുരങ്ങന് വേണ്ടിയിട്ട് കുരങ്ങൻ ചാടി ഇറങ്ങുകയും തിരികെ പോവുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം ആ ചിത്രങ്ങളിലൂടെ നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, വളരെ മൗലികവും അപൂർവമായ ഒരു അനുഭവമാണ് തനിക്ക് ഉണ്ടായത്. ശരിയാണ്. കാരണം കുരങ്ങൻ ഇങ്ങനെ വന്ന് ആളുകളുടെ മടിയിലൊന്നും ഇരിക്കില്ല, വന്ന് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളുണ്ടെങ്കിൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയുള്ള അവസ്ഥ എന്നൊക്കെ കേട്ടിട്ടില്ലേ, എല്ലാം പിച്ചിമാന്തി കളയുക. വികൃതിയാണ് കുരങ്ങന്മാർ. കുരങ്ങന്മാരുടെ കാർട്ടൂണുകൾ തന്നെ ധാരാളം വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലുമൊക്കെ ധാരാളം കഥകളും പാട്ടുകളും കവിതകളുമൊക്കെ ഉണ്ട് കുരങ്ങന്മാരുടെ വികൃതി സംബന്ധിച്ച്. അങ്ങനെ വികൃതി കാണിക്കുന്ന ജീവി കൂടിയാണ് കുരങ്ങൻ. നമ്മുടെ പൂർവികൻ എന്നൊക്കെ പറയുമ്പോഴും കുരങ്ങൻ അങ്ങനെ വികൃതിയൊക്കെ കാണിക്കും. അപ്പോൾ ഈ കുരങ്ങൻ അങ്ങനെ വികൃതി ഒന്നും കാണിച്ചില്ല. വളരെ വന്നു, ചാടിക്കയറി, അനുവാദമൊന്നും ചോദിക്കാതെ മടിയിലിരുന്നു, വാഴപ്പഴം കഴിച്ചു, എന്നിട്ട് കുറച്ച് ഉറങ്ങി. തരൂർ എണീറ്റപ്പോൾ കസേരയിൽ നിന്ന് എണീക്കാൻ തുടങ്ങുമ്പോൾ കുരങ്ങൻ ഇറങ്ങി പോവുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഭയമുണ്ടായത്, കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൻറ്റി റാബിസ് വാക്സിൻ എടുക്കണം, അതായത് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ടി വരുമെന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും കുരങ്ങനെ ഉപദ്രവിച്ചില്ല. കുരങ്ങൻ്റെ ഇഷ്ടാനുസരണം കുരങ്ങൻ പ്രവർത്തിച്ച ശേഷം പോകുക. വളരെ സൗമ്യമായി പെരുമാറിയത് തരൂരും വളരെ സൗമ്യമായി തന്നെ പെരുമാറി, എടുത്ത് ചാടി ഓടുകയോ അല്ലെങ്കിൽ കുരങ്ങനെ പിടിച്ചു മാറ്റാൻ ജീവനക്കാരോട് ആവശ്യപ്പെടുകയോ ചെയ്യാതെ സൗമ്യമായിരുന്നത് കൊണ്ടാണ് അങ്ങനെ മനോഹരമായൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇങ്ങനെയുള്ള അനുഭവം വളരെ റെയറാണ്, വളരെ മൗലികവും വളരെ യുണീക്കും അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറിയുമായ അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായതെന്ന് വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ എക്സിൽ കുറിക്കുകയും ചെയ്തു. ഇത് മനോഹരമായ കാഴ്ചയാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തുചേരലിൻ്റെയൊക്കെ ഒരു സന്തോഷകരമായ ചിത്രങ്ങളാണ് തരൂർ പങ്കുവച്ചിരിക്കുന്നത്.